ഗസയിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കാൻ കഴിയില്ലെന്ന് അമേരിക്ക. ഇസ്രായേലിൻ്റെ ആവർത്തിച്ചുള്ള അപേക്ഷയ്ക്ക് മറുപടിയായിട്ടാണ് അമേരിക്ക പറഞ്ഞത്. എല്ലാവിധ ശ്രമങ്ങളും തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ഗസക്കകത്ത് അലിഞ്ഞു ചേർന്നിരിക്കുന്ന രീതിയിലാണ് ഹമാസിൻ്റെ നയങ്ങളും നിലപാടുകളും അവിടുത്തെ ജനങ്ങളുമായിട്ടുള്ള ബന്ധവും. വളരെ പെട്ടെന്ന് പീതെറിഞ്ഞുകൊണ്ട് ഒഴിവാക്കുക എന്ന് പറയുന്നത് അശാസ്ത്രീയവും സാധിക്കാത്ത കാര്യവുമാണ്. ആയതിനാൽ സാവകാശം നൽകണമെന്നും ആലോചിച്ച് ഇതിന് പരിഹാരമുണ്ടാക്കാം എന്നുള്ള മറുപടിയുമാണ് ഇസ്രായേലിന് അമേരിക്ക നൽകിയിരിക്കുന്നത്. രണ്ടാം ഘട്ട വെടിനിർത്തലുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രധാനമായിരിക്കുന്ന അജണ്ട അല്ലെങ്കിൽ വിഷയമായിട്ട് പറഞ്ഞത് ഹമാസിനെ പൂർണ്ണമായ രീതിയിൽ നിരായുധീകരിക്കുക എന്നുള്ളതും കീഴടങ്ങുക എന്നുള്ളതും അതോടൊപ്പം തന്നെ അവർക്ക് വേണമെങ്കിൽ രാജ്യം വിട്ട് പോകാനുള്ള സ്വാതന്ത്ര്യം അല്ലെങ്കിൽ സുരക്ഷ നൽകുമെന്നുമാണ് ഈജിപ്തിൽ നടന്ന ഉച്ചകോടിയുമായിട്ട് ബന്ധപ്പെട്ട് രാഷ്ട്രങ്ങൾക്കിടയിൽ തീരുമാനമായത്. അതിൽ ഒന്നാം ഘട്ട വെടിനിർത്തൽ ചർച്ചയുടെ ഭാഗമായിട്ടുള്ള കരാർ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായിരിക്കുന്ന ബന്ദിമോചനം, അതോടൊപ്പം തന്നെ മരണപ്പെട്ട ബന്ദികളുടെ മൃതദേഹം മോചിപ്പിക്കുക എന്നുള്ളതും. അതിലിനി ശേഷിക്കുന്നത് ഒരു മരണപ്പെട്ട മൃതദേഹം മാത്രമാണുള്ളത്. അതിനുവേണ്ടി വലിയ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നു എന്നാണ് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതോടൊപ്പം ഇസ്രായേൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഏകദേശം 60,000 ഇസ്രായേൽ സൈനികർ ഉണ്ട് ഗസക്കകത്ത് എന്നാണ് അനുമാനം. ചില റിപ്പോർട്ടിൻ്റെ അകത്ത് 1.5 ലക്ഷം വരെ ഉണ്ട് എന്നും കാണാൻ വേണ്ടി സാധിക്കുന്നു. അത് പരമാവധി ഗസയുടെ ചുറ്റുഭാഗങ്ങളിലൊക്കെ മെഡിറ്ററേനിയൻ കടലിൻ്റെ ഭാഗങ്ങളിൽ തുടങ്ങി ഇസ്രായേലും ഗസയും അതിര് പങ്കിടുന്ന എല്ലാ ഭാഗങ്ങളിലും ഇസ്രായേലിൻ്റെ സൈനികർ നിലയുറപ്പിച്ചിട്ടുണ്ട്. അവർ നിരീക്ഷിക്കുകയും അതോടൊപ്പം തന്നെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ഗസക്കകത്ത് ഇപ്പോൾ ഹമാസ് നടത്തുന്നത് എന്നുള്ളത് പഠിക്കുകയുമാണ് ചെയ്യുന്നത്. അതിൻ്റെ രണ്ടാമത്തെ ഒരു ഭാഗം പറയുന്നത് ബങ്കറുകൾ കണ്ടെത്തുക എന്നുള്ളത് ശ്രമകരമായിരിക്കുന്ന ഒരു ദൗത്യം കൂടി ഈ പറയപ്പെട്ട വിഭാഗത്തിൻ്റെ കൈവശത്തിലുണ്ട്. അവർ ആ കാര്യം നിരീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ ബങ്കറുകൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ ചില ബങ്കറുകളൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് ആയിരുന്നു, ചിലയിടത്തൊക്കെ വെടിവെപ്പ് നടന്നിട്ടുണ്ട്, ഏറ്റുമുട്ടൽ നടന്നിട്ടുണ്ട്, മരണം സംഭവിച്ചിട്ടുണ്ട്. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നു. അതായത് ഇസ്രായേൽ പറയുന്ന കാര്യം, അമേരിക്കയോടായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഹമാസിനെ പൂർണ്ണമായിട്ട് യുദ്ധം ചെയ്ത് കീഴടക്കുക എന്നുള്ളതും ഒഴിവാക്കുക എന്നുള്ളതും അസാധ്യമാണ് എന്നുള്ള കാര്യം കൃത്യമാണ്. 2 വർഷമായിട്ട് നടക്കാത്തൊരു കാര്യം ഇനി മുന്നോട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല. പകരം കരാർ വ്യവസ്ഥ പ്രകാരം ഹമാസ് തന്നെ പറയപ്പെട്ടിട്ടുണ്ട്, മറ്റ് അറബ് രാജ്യങ്ങൾ ഗസയുടെ ഭരണം ഏറ്റെടുക്കണമെന്നുള്ള വ്യവസ്ഥ പറഞ്ഞ സമയത്ത് അതിന് തയ്യാറാണ് എന്ന തരത്തിലാണ് ഹമാസിൻ്റെ ഭാഗത്തുള്ള മറുപടി പറഞ്ഞത്. പക്ഷേ അതിൽ ഗസക്കാരുണ്ടാവണം എന്നുള്ളതാണ്. ഹമാസ് വേണ്ട, പക്ഷേ ഗസക്കാരുണ്ടാവണം. ഗസക്കാരുണ്ടാകുന്നതിന് ഇസ്രായേലിന് യോജിപ്പില്ല. ഗസക്കാരെന്ന് പറയുന്ന സമയത്ത് അതിൽ ഹമാസിൻ്റെ ആളുകൾ നുഴഞ്ഞു കയറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരെ വെച്ചുകൊണ്ട് ഒരു ഭരണ സംവിധാനം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് ഭാവിയിൽ തങ്ങൾക്ക് അത് വീണ്ടും വിഷയം ഉണ്ടാവും. ഹമാസ് ഇല്ലെങ്കിൽ ഹമാസിന് തത്തുല്യമായ രീതിയിൽ മറ്റൊരു തീവ്ര സംഘടന അവിടെ വളർന്നു വരും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് അതിന് യോജിപ്പില്ല എന്നുള്ള നിലപാട് ഇസ്രായേൽ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അമേരിക്ക അത് ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് IDF-ലെ നല്ലൊരു ശതമാനം സൈനിക വിഭാഗത്തിലും മാനസികമായിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു. അതായത് തിരിച്ചു വരില്ല. അവർ വലിയ രീതിയിൽ പ്രതീക്ഷയുള്ള ഒരു വിഭാഗമാണ് ജൂത വിഭാഗം. മരണത്തെ ഭയമുള്ളവരും ജീവിതത്തോട് ആർത്തിയുള്ളവരും എന്ന് വേദഗ്രന്ഥങ്ങളിൽ ഈ ജൂത വിഭാഗത്തെക്കുറിച്ചുള്ള പരാമർശം കാണാം. എങ്ങനെയാണ് ജൂത വിഭാഗം എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരണത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാണാൻ പറ്റും: അവർ ജീവിതത്തോട് വലിയ ആർത്തിയുള്ളവരും മരണത്തെ ഭയമുള്ളവരുമാണ് എന്നുള്ളതും, മുസ്ലിങ്ങൾ മരണത്തിനോട് താല്പര്യമുള്ളവരും ജീവിതത്തോട് ആർത്തിയില്ലാത്തവരും എന്നുള്ള തരത്തിലാണ്. അങ്ങനെ ആ സമയത്ത് 2 ആശയങ്ങളാണ്, വിഭിന്നമായിരിക്കുന്ന ആശയമാണ്. മരണം പ്രതീക്ഷിക്കുന്നവരും മരണം വിഷയമില്ലാതെ മരണാനന്തര ജീവിതത്തിലെ സ്വർഗീയപരമായിരിക്കുന്ന കാഴ്ചപ്പാടിൽ വലിയ വിശ്വാസമുള്ളവരാണ് മുസ്ലിങ്ങൾ എന്നതിനാൽ മരണം അവർക്ക് വിഷയമില്ല. ജൂത വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവർ സ്വർഗത്തിലാണെന്നൊക്കെ ഒരു വിശ്വസിക്കുന്നുണ്ടെങ്കിലും എന്നാലും ആവോ ഇല്ല എന്നൊരു സംശയം അവർക്കുണ്ട്. വലിയ അന്തരമുണ്ട് വിശ്വാസത്തിൻ്റെ സമീപനത്തിൽ എന്നുള്ളതിനാൽ ജൂത വിഭാഗത്തിന് ഇത് വലിയ പ്രയാസമുണ്ടാക്കുന്ന കാര്യമാണ്. സ്വതന്ത്രമായ രീതിയിൽ വിരഹിക്കുന്ന ഒരു വിഭാഗമായിട്ട് ജൂത വിഭാഗത്തെ ലോകാടിസ്ഥാനത്തിൽ കാണുന്നു. അവർക്ക് പ്രത്യേകപരമായ രീതിയിൽ മതചിട്ടകളില്ല, അവർക്ക് വസ്ത്രധാരണങ്ങളില്ല, ജീവിതത്തിന് അടക്കും ചിട്ടുകളും ഇല്ല, ഇഷ്ടം പോലെ ചെയ്യാം, സ്വതന്ത്രമാണ്. അവരുടെ വസ്ത്രങ്ങൾ ഇന്നത് ധരിക്കണം എന്നുള്ള കാര്യമൊന്നുമില്ല. ഇനി വസ്ത്രം ധരിച്ചിട്ടില്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വിഷയമില്ല. ആ രീതിയിലാണ് അവരുടെ ജീവിത കാഴ്ചപ്പാട് പല രീതിയിലും കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഏറ്റവും സ്വതന്ത്രമായ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ആസ്വദിക്കാൻ പറ്റുന്ന
ടൂറിസം മേഖലയിൽ ഒന്ന് ലോകാടിസ്ഥാനത്തിൽ ഇസ്രായേലാണ്. അതിൻ്റെ കാര്യം ഇത് തന്നെയാണ്. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ജൂതരാജ്യമാണ്, ലോകത്തെ ഏക ജൂതരാജ്യമാണ് ഇസ്രായേൽ. അവിടുത്തെ ടൂറിസത്തിൻ്റെ ജീവിത രീതി കാര്യങ്ങളൊക്കെ മദ്യമാണെങ്കിൽ അത് ഈ മയക്കുമരുന്ന് പോലെയുള്ള സംവിധാനങ്ങൾ, അത് സ്ത്രീകളുമാണെങ്കിൽ അങ്ങനെയുള്ള ഒരു വല്ലാത്ത രീതിയാണ്. മതവുമായിട്ട് ബന്ധമില്ലാത്ത രീതിയിലുള്ള പല പരാമർശങ്ങളും പല പ്രവൃത്തികളും യഥാർത്ഥത്തിൽ ജൂതരാജ്യങ്ങളിലൊക്കെ നടക്കുന്നുണ്ട് എന്ന് പല റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. അപ്പോൾ നിയന്ത്രണങ്ങളില്ല. അപ്പോൾ അവർക്കിടയിൽ അവരുടെ സ്വാതന്ത്ര്യം അങ്ങനെ തന്നെ മുറിവേറ്റിരിക്കുന്നു. IDF-നെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 3 ലക്ഷത്തോളം 1.5 ലക്ഷം സ്ഥിരമായിരിക്കുന്ന സൈനികരും 2.5 ലക്ഷത്തിലധികം റിസർവ് സൈനികരുമുള്ള വലിയൊരു ബറ്റാലിയനാണ് ഇസ്രായേലിൻ്റെ സൈന്യം എന്ന് പറയുന്നത്. അതിൽ നിലവിലുള്ള സൈന്യത്തിന് തന്നെ വലിയ രീതിയിൽ മുറിവേറ്റിരിക്കുന്നു. കാര്യം എന്നാൽ മാനസികപരമായിരിക്കുന്ന മുറിവാണ്, ശാരീരികപരമായിട്ടല്ല. തിരിച്ചു വരില്ല, തിരിച്ചു പോകാൻ സാധിക്കുകയില്ല എന്നുള്ളതും മുന്നോട്ടുള്ള ഭാവിയൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ക്രൂരമായിരിക്കുന്ന പ്രവൃത്തികൾ നിത്യേന ചെയ്യുകയും മരണവും മനുഷ്യൻ്റെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടും മനുഷ്യൻ്റെ മൃതദേഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിത്യേന എന്നോണം കണ്ട് മരവിച്ചിരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഇസ്രായേലിലെ നല്ലൊരു ശതമാനം സൈനികർക്കുമുണ്ട്. അത് അവരെ ജീവിതത്തിൻ്റെ അവരെ മാനസികമായി വല്ലാതെ തളർത്തുന്നു. ഇതാണ് അതിൻ്റെ ആ ഭാഗമായിട്ട് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം, ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം കരാർ വ്യവസ്ഥ ഉള്ളത് കൊണ്ടും സൈന്യത്തിൽ നിന്ന് തങ്ങൾ വിരമിക്കുകയാണെങ്കിൽ ജയിലിൽ പോകേണ്ട ഒരു അവസ്ഥ വരും എന്നുള്ളതിനാൽ തന്നെ അതിൽ തുടരുന്നവരാണ് നല്ലൊരു വിഭാഗം. ആ സ്ഥിതിയിൽ നിന്ന് മാറ്റം വരണമെങ്കിൽ എന്താണ് യുദ്ധം അവസാനിപ്പിക്കണം. ഇസ്രായേൽ ആണെങ്കിൽ യുദ്ധം അവസാനിപ്പിക്കില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം യുദ്ധം നിലനിർത്തുക എന്നുള്ളത് ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി നെതന്യാഹു അയാളുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട് യുദ്ധം നിലനിൽക്കൽ അത്യാവശ്യമാണ്. കാര്യം യുദ്ധത്തിന് എപ്പോഴെങ്കിലും വിരാമം ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പം തന്നെ ക്രിമിനൽ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വിചാരണ നേരിടുന്ന പ്രതിസ്ഥാനത്തുള്ള വ്യക്തി എന്ന നിലക്ക് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്താൽ ജയിലടക്കും. ജയിലടച്ചാൽ പ്രധാനമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നാൽ പിന്നീട് തിരഞ്ഞെടുപ്പ് നടത്തേണ്ടി വരും. തിരഞ്ഞെടുപ്പ് നടത്തിയാൽ ഒരിക്കൽ പോലും ഇപ്പോഴത്തെ പാർട്ടി ലുക്കിഡ് പാർട്ടി, അതാണ് ഈ നെതന്യാഹുവിൻ്റെ പാർട്ടി, അത് അധികാരത്തിൽ വരില്ല. അധികാരത്തിൽ വരാതിരുന്നാലോ പിന്നീട് പ്രതിപക്ഷം അധികാരത്തിൽ വരും. അങ്ങനെ പ്രതിപക്ഷം അധികാരത്തിൽ വന്നാൽ ഈ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ആയിരിക്കുന്ന നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ക്രിമിനൽ കേസിൽ അകത്തിടും എന്ന് മാത്രമല്ല പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം ജീവിതകാലം മുഴുവനും ജയിലിൽ കിടന്ന് മരിക്കേണ്ട സ്ഥിതിവിശേഷം വരും. ഈ ഈജിപ്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന ഹുസ്നി മുബാറക്കിൻ്റെ അവസ്ഥ എങ്ങനെയാണ്? 37 വർഷത്തോളം അവിടെ രാജ്യം ഭരിച്ചു. പിന്നീട് ഭരണം അട്ടിമറിഞ്ഞു. പുതിയ ഭരണം അധികാരത്തിൽ വന്നതോടുകൂടി അഴിമതി ആരോപണങ്ങളുണ്ടായി. അഴിമതി ആരോപണത്തെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിൽ മാനസികപരമായിരിക്കുന്ന വിഷയമുണ്ടായി. അങ്ങനെ അദ്ദേഹത്തെ കോടതിയിലേക്ക് സ്ട്രെച്ചറിൽ കൊണ്ടുപോകുന്ന സമയത്ത് അറ്റാക്ക് വന്നിട്ട് മരണപ്പെട്ടു പോയി എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ ഇതാണ് അവസ്ഥ. അത് നിലനിൽക്കാൻ പറ്റാത്തൊരു സ്ഥിതി വിശേഷം വരും എന്നുള്ള പേടി ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിക്കുണ്ട്. അതുകൊണ്ടാണ് പല ഘട്ടങ്ങളിലും കരാർ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ടും യുദ്ധത്തിന് വേണ്ടിയിട്ട് താല്പര്യം കാണിച്ചുകൊണ്ട് അത് യുദ്ധം ചെയ്യുന്നത് എന്നും പറയപ്പെടുന്നു. അപ്പോൾ ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ ഏറെക്കുറെ ശാന്തമായിരിക്കുന്ന ഒരു അന്തരീക്ഷം ഇസ്രായേലിൻ്റെ അകത്ത് ഉണ്ടാവണമെങ്കിൽ ഇവിടെ ഗസക്കകത്ത് സമാധാനം ഉണ്ടാവണം എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു, താല്പര്യപ്പെടുന്നു. കാര്യം ഇസ്രായേലിൽ ഇപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ വലിയ ആഘാതങ്ങൾ നിലവിലെ സാഹചര്യത്തിൽ ഇസ്രായേലിൻ്റെ അകത്ത് ഇല്ല എന്നുള്ളത് നമുക്കറിയാം. കാരണം ഇപ്പോൾ ഹൂത്തികളുടെ ആക്രമണം ഉണ്ടായിരുന്നില്ല, ലെബനാൻ്റെ ആക്രമണം ഉണ്ടാകുന്നില്ല. ഒറ്റപ്പെട്ട അപൂർവമായിരിക്കുന്ന ആക്രമണമാണ് ഗസയിൽ നിന്ന് ഹമാസിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അത് ആഴ്ചയിലൊരു പ്രാവശ്യം അല്ലെങ്കിൽ 15 ദിവസത്തിലൊരു പ്രാവശ്യം ആ രീതിയിലായിട്ടുണ്ട്. തിരിച്ചാണെങ്കിൽ ഇസ്രായേൽ ഗസക്കാരെ നിത്യേനെന്നോണം ആക്രമിക്കുന്നു, നിത്യേനെന്നോണം അവിടെ മരണം നടക്കുന്നു എന്ന റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നു. പക്ഷേ അവിടുത്തെ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ശതമാനം ജനങ്ങൾ രാജ്യം വിട്ടുപോയിട്ടുണ്ട്. മറ്റുള്ളവർ അഭയാർത്ഥികളായിട്ട് തൊട്ടടുത്ത അയൽരാജ്യങ്ങളിലേക്ക് പോയിട്ടുണ്ട്. അങ്ങനത്തെ കുറേ വിഷയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു കൂട്ടത്തോട് കൂടി ഒരു അക്രമം മറ്റോ ഉണ്ടാവുമോ എന്നൊരു പേടിയിൽ ഇസ്രായേൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ സർക്കാർ സുരക്ഷിതമല്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽപ്പ് പ്രയാസമാണ്. അപ്പോൾ 23 ലക്ഷത്തോളം ജനങ്ങളാണ് ഗസയിലുള്ള ഫലസ്തീനികൾ. അത്രയും ആളുകൾക്ക് മുറിവേറ്റ മാരകമായിരിക്കുന്ന യുദ്ധമാണ് കഴിഞ്ഞ 2 വർഷം നടന്നത്, അല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് പ്രതികാരം ഉണ്ടാകുന്ന ഉറപ്പാണ്. അവരുടെ തലമുറക്ക് പ്രതികാരം ഉണ്ടാകുന്ന ഉറപ്പാണ്. അവരുടെ മുൻ തലമുറ കഴിഞ്ഞു പോയവർക്ക് പ്രതികാരമുള്ള പോലെ തന്നെ ഇവർക്കും ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഇസ്രായേലിന് വലിയ ആഘാതം ഭാവിയിലുണ്ടായി. എത്രത്തോളം ആയുധങ്ങളും ശക്തിയും ബലവും തന്ത്രപരമായിരിക്കുന്ന നീക്കുപോക്കുകളൊക്കെ ഉണ്ടായിട്ടും ഇത്രയും കാലത്തിനിടയിൽ ഹമാസിനെ കീഴടക്കാൻ വേണ്ടി സാധിക്കാത്ത ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ജനങ്ങൾക്ക് സുരക്ഷിതത്വം ഒരുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അസാധ്യമാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അമേരിക്കയോട് ഇസ്രായേൽ പല ഘട്ടങ്ങളിലായിട്ട് പറഞ്ഞത് നിരായുധീകരണത്തെക്കുറിച്ച് സംസാരിക്കൂ, അങ്ങനത്തെ ഒരു പ്രവൃത്തികൾ കൊണ്ടുവരൂ, ഗസയിൽ നിന്ന് ഹമാസ് ഇല്ലാതാക്കണം, തൂത്തെറിയപ്പെടണം. അതിനാണ് അവർ മറുപടി പറഞ്ഞത്. അമേരിക്ക മറുപടി പറഞ്ഞത് ഗസയിൽ നിന്ന് ഹമാസിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല.
അത് കഠിനമായിരിക്കുന്ന ഒരു പ്രവർത്തനമാണ്. രണ്ടാം ഘട്ട യുദ്ധം ആരംഭിക്കാൻ പോലും സാധ്യതയുണ്ട്. നമുക്ക് സാവകാശം അതേക്കുറിച്ച് ആലോചിക്കാം. അറബ് രാജ്യങ്ങൾ അവിടെ ഭരണത്തിൽ ഏറുന്ന ഒരു സംവിധാനം ഉണ്ടാക്കണം, ആ രീതിയെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം എന്ന് പറയുന്ന സമയത്ത് മുസ്ലിം രാജ്യങ്ങളുടെ ഭരണ സംവിധാനം അവിടെ വരണമെന്ന് അമേരിക്ക താല്പര്യപ്പെടുന്നു. എന്നാൽ അതിന് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് തുർക്കി തയ്യാറായ സമയത്ത് തുർക്കിയെ പറ്റില്ലെന്ന് പറഞ്ഞതോടുകൂടി അതും പ്രതിസന്ധിയിലായി. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഗസയിൽ ഹമാസ് ശക്തി സംഭരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ IDF സംഘം വിയർത്തുകൊണ്ടിരിക്കുന്നു എന്ന തരത്തിലുമുള്ള റിപ്പോർട്ടാണ് ഗസയിൽ ഇന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്.